സെക്രട്ടേറിയറ്റിൽ വീണ്ടും മാധ്യമങ്ങൾക്ക് കർശന നിയന്ത്രണം. മുഖ്യമന്ത്രിയുടെ ഓഫീസുള്ള നോർത്ത് ബ്ലോക്കിൽ ഒരാഴ്ച മുൻപ് തുടങ്ങിയ നിയന്ത്രണം ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ മറ്റ് ഓഫീസുകളിലേക്കും വ്യാപിപ്പിച്ചു. മുൻ സർക്കാരിന്റെ കാലത്ത് മാധ്യമ നിയന്ത്രണത്തെ UDF വിമർശിച്ചിരുന്നു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത്. ഷഫീദ്, അപ്പോൾ മാറ്റമില്ല? ഉന്മേഷ അത് തന്നെയാണ്. അതായത് നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സെക്രട്ടേറിയറ്റിൽ വരുത്തിയ മാധ്യമ നിയന്ത്രണത്തിലടക്കം അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ഉയർത്തിയ വിമർശനങ്ങൾ. എന്നാൽ അതേ രീതിയിൽ തന്നെ VD സതീശൻ സർക്കാർ വന്നതിന് ശേഷവും ഭരണസ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ മാധ്യമ വിലക്ക് തുടരുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിൽ ഒരാഴ്ച മുൻപ് തുടങ്ങിയ നിയന്ത്രണങ്ങൾ അതിപ്പോൾ മറ്റു ഓഫീസുകളിലേക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബന്ധപ്പെടേണ്ട വകുപ്പിൽ നിന്നുള്ള ശുപാർശയില്ലാതെ സർക്കാർ ഔദ്യോഗികമായി നൽകിയിട്ടുള്ള അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകരെ പോലും കയറ്റിവിടേണ്ടതില്ല എന്നാണ് കന്റോൺമെന്റ് ഗേറ്റിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് മുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന കർശന നിർദ്ദേശം. ഈ പുതിയ സർക്കാർ അധികാരമേറ്റത് മുതൽ സെക്രട്ടേറിയറ്റിൽ വലിയ തിരക്കുണ്ടായിരുന്നു. പിന്നാലെ ഈ സന്ദർശന സമയം വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ പരിമിതപ്പെടുത്തി. ഈ സമയക്രമം ചൂണ്ടിക്കാട്ടിയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇപ്പോൾ മാധ്യമങ്ങളെ തടയുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ വിഷയത്തിൽ നിലവിലിപ്പോൾ ഈ മുഖ്യമന്ത്രി അടക്കം ബജറ്റ് തയ്യാറാക്കുന്ന തിരക്കിലാണ്. അതിനുശേഷം അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ അധികാരമേറ്റതിനു ശേഷം വളരെ ആവേശത്തോടു കൂടി തുറന്ന സമര ഗേറ്റും ഇപ്പോൾ പൂട്ടിയ നിലയിൽ തന്നെയാണ്. ഉന്മേഷ്, ശരി. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.